അപ്പം നമുക്കേ ബർത്ത്ഡേയുടെ അന്നത്തെ വിശേഷമൊക്കെ നോക്കിയാലോ. ഇതായിട്ട് ചേട്ടൻ്റെ പിള്ളേരാ, ഇവാൻ ചേച്ചിയും ഇവാൻ ചേട്ടനും. അപ്പോൾ പേപ്പനും പിള്ളേരും തമ്മിലുള്ള കളികളൊക്കെയായി കാണുന്നത്. കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ പേപ്പയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മോട്ട. പിന്നെ അതിന് ശേഷം കിട്ടിയ ഗ്യാപ്പിൽ വന്നിട്ട് ഞാൻ വാങ്ങിയ ഗിഫ്റ്റുകളൊക്കെ പാക്ക് ചെയ്തു. പായസം ഇഷ്ടമായോ? പിന്നെ അമ്മ വന്നിട്ട് മണ്ണുത്തിയിൽ വാസുവേട്ടൻസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കിച്ചണാണ് തോന്നുന്നുണ്ട്. അവിടെ നിന്ന് അമ്മ പാലട പ്രഥമന പാലട പായസം വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരിക്കും കഴിക്കണമെന്നായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പായസമൊക്കെ കഴിച്ചു. പിന്നെ ബർത്ത്ഡേയുടെ അന്ന് വൈകിട്ട് പാലക്കാട് പോകാമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവാനിയും അപ്പച്ചനും അമ്മയും ഞാനും പിന്നെ അപ്പുവേട്ടനും ചേട്ടനൊക്കെ കൂടെ പാലക്കാട് പോയി അന്ന് വൈകിട്ട്. അപ്പം അതിന് ശേഷം ഞങ്ങൾ പോണ വഴിക്ക് അങ്ങനെ ഞാൻ കേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി. അവിടെ പോയിട്ട് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ പോണ വഴിക്ക് സിബിയേട്ടന് ഗ്യാസ് കയറിയിട്ട് ഫുൾ ഛർദിയും തലവേദനയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചത്. പുറകിൽ നിൽക്കണ ബലൂണൊക്കെ ചെറുത് ചെയ്താണ്, സെറ്റ് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം കേക്കൊക്കെ മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി സിബിയേട്ടൻ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത്. ഇവാനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഈ കാണുന്നത്. ബാക്കിയുള്ളത് ഈ വീഡിയോയിൽ കാണും കേക്ക് തിന്നൽ. പിന്നെ അവൾ ആരെയും മൈൻഡാക്കിയില്ല, അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ തന്നെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ സപ്ലൈ ചെയ്ത് പോകാനായിരുന്നു. പിന്നെ അതിന് ശേഷം എല്ലാവരും പറഞ്ഞു വാനിക്കൊരു എന്താ പറയുക ഒരു പ്ലേറ്റ് എടുത്ത് കൊടുക്കാൻ. പിന്നെ അങ്ങനെ ഞാൻ പോയി പ്ലേറ്റൊക്കെ എടുത്തു കൊടുത്ത്. പിന്നെ അതിൽ അവരുടെ ബാക്കിയുള്ള കലാപരിപാടികൾ. പിന്നെ കേക്ക് മുറിച്ചാൽ ബർത്ത്ഡേ ബോയ്ക്ക് ഒരു മൂക്കത്ത് കുത്ത് അത് ഒഴിച്ചു വിടാൻ പറ്റാത്തതാണല്ലോ. അപ്പം ഞാൻ ഇവാനിക്കൊരു കുത്ത് കൊടുത്തു, സിബിയേട്ടൻ്റെ ഒരു കുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ സപ്ലൈ ചെയ്ത് എല്ലാവരും വയറ് നിറച്ച് കേക്കൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം കേക്കൊക്കെ കഴിച്ച് എല്ലാവരും ക്ഷീണത്തിലിരിക്കുന്ന ഒരു വീഡിയോ എടുത്തു. നമ്മുടെ റോസ്മി വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഗസ്റ്റുകളെ. എല്ലാവരും ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തുക. ഇത് ഇവളെ നോട്ട് ചെയ്തു കേട്ടോ. പിന്നെ വന്നിട്ട് ഞാനൊരു പ്ലാൻ ഇട്ടുണ്ടായി, ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ട് സിബിയേട്ടനെ കൊണ്ട് കൊടുപ്പിക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ സമ്മാന വിതരണമാണ് ഈ കാണുന്നത്. അപ്പോൾ വന്നിട്ട് ഇതെങ്ങനെ കൊടുക്കും എന്നുള്ളത്, അതായത് സിബിയേട്ടനെ ഇവിടെ നിന്ന് ഒഴിവാക്കി എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. എങ്ങനെ ഒഴിവാക്കുന്നത് വിചാരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എടുക്കാനായിട്ട് ഒരു സ്മാർട്ട് വാച്ച് എടുത്തിട്ടുണ്ടായി. അതെടുക്കാൻ വീട്ടിലേക്ക് എടുത്തിട്ട് വരാൻ പറഞ്ഞത് വണ്ടിയിലായിരുന്നു. കറക്റ്റ് ടൈമിന് സിബിയേട്ടൻ അത് എടുക്കാൻ വേണ്ടി പോയി. അപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ ഗിഫ്റ്റ് മൊത്തം എല്ലാവരുടെ അടുത്തും കൊടുത്തു. അങ്ങനെ കൊടുത്ത് ഞാൻ വേർത്തു. ആ സമ്മാന വിതരണമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയൻ്റെതായി എൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരും എൻ്റെ കെട്ടിയവനും ഓരോരോ ഗിഫ്റ്റായിട്ട് കൊടുത്ത് തുടങ്ങി. അത്യാവശ്യം പിള്ളേരെ പോലെ സകല ഗിഫ്റ്റും വാങ്ങിയും കൂട്ടിയേ. എനിക്കാച്ചാൽ സന്തോഷം അടക്കാൻ പറ്റില്ല, കാരണം ഉദ്ദേശിച്ച പല കാര്യങ്ങളൊക്കെ നടന്നുവല്ലോ. എനിക്കാച്ചാൽ സന്തോഷം അടക്കാൻ പറ്റുള്ളതെന്ന് വെച്ചാൽ അടക്കാൻ പറ്റുള്ളൂ. ഞാൻ ഫുൾ തുള്ളിച്ചാടുമായിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അന്നത്തെ ദിവസം ഒന്നും പറയാനില്ല. തട്ടിക്കൂട്ടിയാണല്ലോ എൻ്റെ കെട്ടിയാനറിയാതെ എല്ലാം ഒന്ന് ഒപ്പിച്ചല്ലോ. അതിൻ്റെ ഇടയിൽ ഈ 4 വലിയ ബോക്സിൽ അത് ഞാൻ വീട്ടിൽ നിന്ന് പാക്കിയിട്ടാണല്ലോ കൊണ്ടുവന്നത്. അത് കറക്റ്റായിട്ട് വണ്ടിയുടെ പുറകിൽ വെച്ചിട്ടുണ്ടായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കെട്ടിയവൻ കയറിയ സമയത്ത് അത് കണ്ടു. അതിൻ്റെ മേലെ ഞാൻ അത്തടെ സാരിയൊക്കെ വെച്ചിട്ടാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എൻ്റെ കെട്ടിയവൻ തുറന്ന് നോക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കെട്ടിയവൻ ഓൾറെഡി കണ്ടു, പക്ഷെ ഇത്രയ്ക്കൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്ലാൻ ചെയ്തതിലൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം ഇതിൻ്റെയൊക്കെ ഖജാൻജി ആരായിരുന്നു ചോദിച്ചാൽ, ജോലി ഇല്ലാതെ എടുക്കുന്ന എനിക്ക് തന്നാൽ പോലെ കാശി. അപ്പം ഇതിൻ്റെ ഖജാൻജി ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഒരാളെ നോട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ, ഇത് അവളായിരുന്നു ആ ഖജാൻജി. റോസ്മിയായിരുന്നു എൻ്റെ ഖജാൻജി. താങ്ക് യു റോസ്മി, താങ്ക് യു സോ മച്ച്. അങ്ങനെ എൻ്റെ കെട്ടിയവന് നിറച്ചും ഗിഫ്റ്റ് കൊടുക്കാൻ. സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊളിക്കാതെ പിന്നെ വേറെ പണിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നിലത്തിരുന്ന് അത് പൊളിക്കാനുള്ള തയ്യാറെടുപ്പായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. എനിക്കും റോസ്മിക്ക് മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ ഇതിനകത്തുനിന്ന്. ഇവിടെ നിന്ന് വന്ന അമ്മയ്ക്കും ചേട്ടനും അപ്പുവേട്ടനും അപ്പച്ചനും ഒന്നും അറിയില്ല എന്തൊക്കെയാണ് വാങ്ങിച്ചേക്കണതൊന്നും. അമ്മയ്ക്ക് ചെറുതായിട്ട് അറിയാം, പക്ഷെ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയസ് ആണല്ലോ എന്താണെന്ന് അറിയാൻ. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഓരോന്നും പൊളിച്ച് എല്ലാവരും ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു സിബിയേട്ടൻ്റെ ചുറ്റും വട്ടത്തിൽ.
പിന്നെ വന്നിട്ട് ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യിപ്പിക്കുകയാ ചെയ്തത്. ഫോട്ടോ ഫ്രെയിം വന്നിട്ട് നമ്മൾ വന്നിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ ഞാൻ ഓർഡറാക്കി. പാലക്കാട് വീട്ടിലേക്ക് ഓർഡറാക്കിയത്. കാരണം ഇവിടെ ഇരുന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാധനങ്ങൾ ആ 4 ഐറ്റംസ് വാങ്ങിച്ച് വീട്ടിൽ കയറ്റിയതിൻ്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ അത് പൊതിയാൻ പെട്ട പാടും. അപ്പോൾ ഞാൻ പാലക്കാട് വീട്ടിലേക്ക് ഫ്രെയിമും വാച്ചും കാര്യങ്ങളൊക്കെ പെർഫ്യൂമും ഒക്കെ വീട്ടിലേക്ക് ഓർഡർ ചെയ്യിപ്പിച്ചിട്ട് റോസ്മേനെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കാനാണ് പറഞ്ഞത് ഫ്രെയിമൊക്കെ. ഫോട്ടോസൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അവൾ ചെക്കനെ കഫയ്ക്ക് പറഞ്ഞ് വിട്ട് ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്ത് തന്നു. അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായില്ല. പിന്നെ റോസ്മേരിനെ കട്ട് ചെയ്തിട്ട് ഫോട്ടോ ഫ്രെയിമാക്കി. പിന്നെ അവൾ എന്നോട് ചോദിച്ചു ഏതൊക്കെ ഫ്രെയിമിനകത്ത് ഏതൊക്കെ ഫോട്ടോ വെക്കണം. അതായത് ബ്ലാക്കും വൈറ്റും ഉണ്ടായില്ലോ ഫ്രെയിം. അപ്പോൾ ഏതൊക്കെ ഫോട്ടോസ് ഏത് കളർ ഫ്രെയിമിലാണ് വെക്കേണ്ടതെന്ന്. അങ്ങനെ എല്ലാ ഗിഫ്റ്റും ഒരുവിധം പൊളിച്ചു. പൊളിച്ചതിന് ശേഷം നമ്മുടെ കിറ്റുവിൻ്റെ വക ഒരു നന്ദി പ്രകാശനം വീഡിയോ ഉണ്ടായിരുന്നു. അതും കാണണം. അത് ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. അതെന്തായാലും കാണേണ്ടതാണ്. പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. അപ്പൊ പരിപാടി കോർഡിനേറ്റ് ചെയ്ത നമ്മുടെ റോസിക്കും റോസ്മി അമ്മാമയ്ക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചടങ്ങിൽ പങ്കെടുത്ത് കേക്ക് കട്ടിങ്ങിൽ പങ്കുകൊണ്ട എല്ലാവർക്കും ചുങ്കത്താൻ ഫാമിലിയുടെ വക ഒരു നന്ദിയും കൂടെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റുകൾ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇതാണ് ഗിഫ്റ്റുകൾ. പിന്നെ മറ്റേ ബോക്സ് വന്നിട്ട് വാച്ചിൻ്റെയാണ്. വാച്ച് ഉണ്ടായിരുന്നില്ല. ഞാൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് ബോക്സ് എടുത്ത് വെച്ചതാണ്. വാച്ച് എനിക്ക് കിട്ടുമെന്ന് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഡേയുടെ അന്നത്തെ വിഷയം. ഇത് വന്നിട്ട് വേറൊന്നുമല്ല, ഞാൻ വന്നിട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാണിച്ചുല്ലോ, ഒരു പേഴ്സൺ. അപ്പോൾ അത് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അന്ന് തലവേദനയും ഛർദിയൊക്കെ ആയതുകൊണ്ട് എൻ്റെ കെട്ടിയവൻ വേഗം കിടന്നു. അപ്പോൾ പിന്നെ ഞങ്ങളന്ന് വീടെത്തുമ്പോൾ തന്നെ 12:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ കൊടുക്കാൻ നിന്നില്ല. പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പോസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. രാവിലെ എനിക്ക് ഭയങ്കര ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങിയിരിക്കാൻ ലേറ്റുമായി. അപ്പോൾ പിന്നെ അത് കൊടുക്കാതെ എൻ്റെ കെട്ടിയവന് ജോലിക്ക് പോകാൻ സമയം. ഇതിൻ്റെ ഇടയിൽ എന്താ വെച്ചാൽ എൻ്റെ കെട്ടിയവൻ പാട്ട് കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അല്ല ബ്ലൂടൂത്ത് എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ പെട്ടി എൻ്റെ ബാഗിൽ പോയി തപ്പിയിട്ട് മെല്ലെ എന്നെ ഉറങ്ങണ എന്നെ തോണ്ടിയിട്ട് ഈ ഗിഫ്റ്റ് കാണിച്ചിട്ട് ചോദിക്കുക, ഇത് നീ തരാൻ മറന്നതാണോ എന്ന്. അങ്ങനെ പൊളിക്കണ സീനാണ് ഈ കാണുന്നത്. അങ്ങനെ ഭയങ്കര പിച്ചായിട്ടായിരുന്നു ഇത്. അപ്പം ഞാൻ ഉറക്കപ്പിച്ചിൽ തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ വീഡിയോ കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ചു. ആ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്.